ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,250, 86 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി ബാങ്ക് 146 ഉയർന്നപ്പോൾ 49,312 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 5 പോയിന്റ് കുറഞ്ഞപ്പോൾ 52,714 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 16,561 ക്ലോസ് ചെയ്തപ്പോൾ 20 പോയിന്റ് ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 17.39 ആണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് ഇന്ന് 227 പോയിന്റ് ഉയർന്ന് 76,760 ക്ലോസ് ചെയ്തു. DIFA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA 2,166 കോടി രൂപയുടെ ബൈ ചെയ്തു. എന്നാൽ FIA വീണ്ടും ഒന്ന് കനത്ത സെല്ലിങ്ങിലാണ് പോയിരിക്കുന്നത്. 4,583 കോടിയുടെ സെല്ലിലാണ് FIA നിൽക്കുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബെൽ നല്ലൊരു മാർജിനിലേക്ക് പോയി 4.87%, പവർ ഗ്രിഡ് 2.80%, ഹീറോ മോട്ടോകോപ്പ് 2.76%, ഭാരതി എയർടെൽ 2.63%, സിപ്ല 2.53%, ONGC 2.23%, ബജാജ് ഫിനാൻസ് 2.13%, നെസ്ലെ ഇന്ത്യ 2.08%, ഗ്രാസിം 1.81% ആൻഡ് JSW സ്റ്റീൽ 1.80 പോയിന്റ് ഗെയിൻ ഉണ്ടാക്കി. ടാറ്റ മോട്ടോഴ്സിൻ്റെ മോശം റിസൾട്ട് കാരണം ഇന്ന് 6.98% ഇടിവുണ്ടായി ടാറ്റ മോട്ടോഴ്സ്. അദാനി എൻ്റർപ്രൈസ് 3.05%, ബജാജ് ഫിൻസർവ് 2.26%, അദാനി പോർട്സ് 2.09%, ട്രെൻഡ് 1.06%. ട്രെൻഡ് വളരെ നാളുകളായിട്ട് ഇടിവിലാണ് വന്നിരിക്കുന്നത്. 1-2 ദിവസം മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്തുള്ളൂ. കോട്ടക് ബാങ്ക് 0.86%, ഇൻഫോസിസ് 0.68%, L&T 0.50%, ഏഷ്യർ മോട്ടോഴ്സ് 0.44%, അൾട്രാസിംകോ 0.15% ലോസ് ആണെന്ന് കാണിച്ചത്. നിഫ്റ്റി ഈ മാസം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,249 ക്ലോസ് ചെയ്തപ്പോൾ 2.08% ലോസിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 22,829 മൺഡേ, ട്യൂസ്ഡേ 22,957, വെനസ്ഡേ 23,163 ആൻഡ് ടുഡേ തേഴ്സ്ഡേ 23,249 ക്ലോസ് ചെയ്തു. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 1,549 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,256 കമ്പനീസ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് വന്നത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 22,495 ക്ലോസ് ചെയ്തപ്പോൾ 90 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 42,426 ക്ലോസ് ചെയ്തപ്പോൾ 487 പോയിൻറ്റ് ഗെയിൻ ലോസിലാണ് പോയത്. നിഫ്റ്റി PSU ബാങ്ക് 6,232 ക്ലോസ് ചെയ്തപ്പോൾ 12 പോയിന്റ് കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,133 ക്ലോസ് ചെയ്തപ്പോൾ 88 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 21,419 ക്ലോസ് ചെയ്തപ്പോൾ 255 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 55,558 ക്ലോസ് ചെയ്തപ്പോൾ 395 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്നാൽ 8,299 ക്ലോസ് ചെയ്തപ്പോൾ 8.90 കുറവാണ് കാണിച്ചത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 903 ക്ലോസ് ചെയ്തപ്പോൾ 15 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 1566 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി എന്നാൽ 418 പോയിന്റ് ഉയർന്ന് 33,026 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറും 62 പോയിന്റ് ഉയർന്നപ്പോൾ 8,226 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 175 പോയിന്റ് ഉയർന്ന് 13,763 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 158 പോയിന്റ് ഉയർന്നപ്പോൾ 10,393 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വരുന്നത്. Q3 റിസൾട്ട് ആരതി ഡ്രഗ്സ് 1.1% ഗെയിനാണ് കാണിച്ചത്. അദാനി പവർ 7.5% ഗെയിൻ കാണിച്ചു. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് നല്ല റിസൾട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നത്. 331% ഗെയിൻ കാണിച്ചു. പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ ഗ്രോസ് പ്രോഫിറ്റ് കാണിച്ചു. ആസ്ക് ഓട്ടോമൊബൈൽസ് 32.65%, ബജാജ് ഫിനാൻസ് 18% ഗെയിൻ, ബ്ലൂ സ്റ്റാർ 32% ഗെയിൻ ഉണ്ടായി, CAMS 40% ഗെയിൻ ഉണ്ടായി, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് 18% ഗെയിൻ ഉണ്ടായി, ചാർലസ് ഹോട്ടൽസ് 36% ഗെയിൻ ഉണ്ടായി. ദീപക് ഫെർട്ടിലൈസർ നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത്. 316% ഗെയിനാണ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചത്. ഹിറ്റാച്ചി എനർജിയും നല്ലൊരു പ്രോഫിറ്റ് കൊണ്ടുവന്നു. ഓൾമോസ്റ്റ് 500% ഹിറ്റാച്ചിയുടെ ഇയർ ഓൺ കമ്പാരിസണിൽ കൂടിയിട്ടുള്ളത്. ഇന്ത്യൻ ബാങ്ക് 35% ഗെയിൻ ഉണ്ടാക്കി. JBM ഓട്ടോ 16% ഗെയിൻ ഉണ്ടാക്കി. ജിൻഡൽ സ്റ്റീൽ എന്നാൽ 5% ലോസ് ആണ് കാണിച്ചത്. JK പേപ്പറും ഒരു മോശം റിസൾട്ടാണ് ഇപ്രാവശ്യം വന്നത്. 73% ലോസ് വന്നു. മാരുതി സുസുക്കി 13% ഗെയിൻ ഉണ്ടായി. മാസ് ഫിനാൻസ് 27% ഗെയിൻ ഉണ്ടായി. ഒലട്ര ഗ്രീൻ ടെക് 70.37% ഗെയിനാണ് കാണിച്ചത്. ക്വസ്റ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്
26% ഗെയിൻ ഉണ്ടായി. റാഡിക്കോ ഖൈത്താൻ 27%, റെയ്മണ്ട് 61% ലോസ് ആണ് കാണിച്ചത്. റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യ 50 കോടിയുടെ ലോസാണ് ഇപ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SRF 7% ഗെയിൻ ഉണ്ടായി. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് 6% ഗെയിൻ ഉണ്ടായി. ടാറ്റ മോട്ടോഴ്സ് 21% കുറവാണ് കാണിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ മെയിനായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഇടിയാനുള്ള ഒരു റീസൺ. വോൾട്ടാസ് 28 കോടിയിൽ നിന്ന് ലോസിൽ നിന്ന് 158 കോടിയിലേക്ക് പ്രോഫിറ്റിലേക്ക് കാണിച്ചു. നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത്. ഇനി നാളെ വരാനിരിക്കുന്ന Q3 റിസൾട്ട് കലണ്ടറാണ് കാണിക്കുന്നത്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ്, GHCL ലിമിറ്റഡ്, ജ്യോതി ലാബ്സ്, ദ കർണാടക ബാങ്ക്, LG ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ് ലിമിറ്റഡ്, മഹീന്ദ്ര ലൈഫ് സ്പേസ്, മാരിക്കോ ലിമിറ്റഡ്, മെഡ്പ്ലസ്, മഹീന്ദ്ര ഹോളിഡേയ്സ്, നെസ്ലെ ഇന്ത്യ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പൂനാവാല ഫിൻകോർപ്പ്, സുന്ദരം ക്ലൈറ്റോൺ ആൻഡ് സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്നിവയുടെ റിസൾട്ടാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീണ്ടും ഒരു ഗുഡ് ഈവനിങ് ആശംസിച്ചുകൊള്ളുന്നു. ബൈ ഓൾ.